ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട KS മണി സാറെ, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ACM സാർ, ആദ്യമായിട്ട് ഒരു കാര്യം തന്നെ പറയാം. ഒരു പെൻഷനർക്ക് ഏറ്റവും തൻ്റെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ, ഏറ്റവും അധികം ആശ്രയിക്കേണ്ട, ഏറ്റവും സഹായം ലഭിക്കേണ്ട മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിനിധി തന്നെ നമുക്ക് ഏറ്റവും സപ്പോർട്ടുമായി നല്ലൊരു പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചു. അത് തന്നെയാണ് ഒരു പെൻഷനർക്ക് ഏറ്റവും ആവശ്യമായ 60+ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം. അതിന് ഞാൻ അദ്ദേഹത്തോട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് പെൻഷൻ, ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ജോസഫ് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പെൻഷൻ ഓഫീസിൽ വരുമ്പോൾ വളരെ നാമമാത്ര പെൻഷനുമായി അത് ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. ആ പെൻഷൻ കിട്ടാനായിട്ട് കണ്ണീരുമായിട്ട് ഈ പെൻഷൻ ഓഫീസിന്റെ പടി കയറി വന്നിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി പുറത്തു പോകുന്ന ഒരു അവസ്ഥ ഈ പെൻഷൻ ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട മണി സാറിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ടീം വർക്കാണ് അവരെ ആ സന്തോഷത്തോടുകൂടി അവരുടെ ഇനിയുള്ള ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പെൻഷൻകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, സർവീസ് ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെൻഷൻ സംഘടനകൾ എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലത്തും വളരെ ശക്തമായിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജെയിംസ് പറഞ്ഞ പോലെ സംഘടിക്കാതെ നിവൃത്തിയില്ല. അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, യാതൊരു ആവശ്യമില്ലാത്ത ഒരു പെൻഷൻ ബില്ല് ഈ കഴിഞ്ഞ ലോകസഭയിൽ കൊണ്ടുവന്നു. നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല. പക്ഷെ ഗവൺമെന്റിന് ഒരു ലക്ഷ്യമുണ്ട്, എങ്ങനെയെങ്കിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷനെ ഇല്ലായ്മ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ആ ബില്ലിന്റെ ലക്ഷ്യം. അതും കൂടി തടഞ്ഞു നിർത്തേണ്ട ഒരു ആവശ്യം പെൻഷൻകാരുടെ ഒരു ആവശ്യം തന്നെയാണ്. നമ്മൾ ശക്തമായി പൊരുതണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. ഷൊർണൂരിൽ പെൻഷൻ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കിടക്കുന്നത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ നേരിട്ട് ഇടപെടാനും ഇപ്പൊ മണിസാറും അതുപോലുള്ള ടീമിനെ പോലുള്ള ആൾക്കാരുടെ ആ ഇതുവരെയുള്ള കാലങ്ങളിലുള്ള അസാന്നിധ്യം എന്ത് കഷ്ടതയാണ് ആ വിഭാഗം അനുഭവിക്കുന്നത്. അവരല്ല പെൻഷൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല, അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പെൻഡൻസ് ആശ്രിതരാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള എറണാകുളം പ്രവർത്തിക്കുന്ന ഈ പെൻഷൻ ഗ്രീവൻസ് സെല്ലിന് എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കാനും അവരുടെ അഡ്വൈസുകൾ നമ്മുടെ അഡ്വൈസുകൾ കിട്ടിയിട്ടാണ് പല ബ്രാഞ്ചുകളും നന്നായി പ്രവർത്തിക്കുന്നത് തന്നെ. ഈ വൈകിയവേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞതിലുള്ള അഭിമാനവും അതിലുപരി എൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തകരെ ഒന്ന് നേരിൽ കാണാനും പെൻഷനറെ കാണാനും കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരിക്കൽ കൂടി പാലക്കാട് നിന്ന് വന്ന അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന പാലക്കാട് ഡിവിഷന്റെ എല്ലാവിധ ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് ഞാനിപ്പോൾ വാക്കി നിർത്തുന്നു. നന്ദി, നമസ്കാരം. പെൻഷൻ ഗ്രീവൻസ് സെല്ലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ താവായ ശ്രീ പോൺ തലത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവം വിവരിക്കുവാനായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. കേസുകളാണ് ഒരു വർഷം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു കേസ് മാത്രമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ടാണ് പാർട്ടി ബില്ലിംഗ് അറിയിച്ചതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് റെയിൽവേ റിട്ടയർഡ് സീനിയർ ഗ്യാങ്മാനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെട്ടു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം. അതിനുശേഷം അമ്മയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, സ്പൗസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇവർ നടന്നു. ഡോക്യുമെന്റേഷൻ ഡിഫറൻസസ് ഉണ്ടായതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല. അവർക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞു പോകുന്നതല്ലാതെ ഒന്നും നടന്നില്ല. അവസാനം നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് ഗ്രഹിച്ച് അതിനുള്ള ഡോക്യുമെന്റേഷൻ തയ്യാറാക്കി CPPCക്കും നമ്മുടെ ഹെഡ്ക്വാർട്ടറിനും അയക്കുന്നു. പിന്നെയും താമസം നേരിടുന്നു. ഗ്രീവൻസ് സെല്ലിന്റെ ലെറ്റർ പാഡിൽ നമ്മൾ ശക്തമായ രീതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. ഉടനെ കേവലം എനിക്ക് തോന്നുന്നു 10 ദിവസത്തിനുള്ളിൽ
അവരുടെ പെൻഷൻ ക്രെഡിറ്റ് ആകുന്നു. നാടകീയമായിട്ട് സംഭവിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതാണ് നമ്മുടെ പ്രവൃത്തി, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എളിയ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു അച്ചാരമാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു. യോഗത്തിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ശിഷ്യ KS മണി സാർ. രണ്ടു പ്രാവശ്യം ഈ ഓഫീസിൽ വന്നിട്ടില്ലെങ്കിലും മണി സാറിന്റെ പേര് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ച് കഴിഞ്ഞു. ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒരു പെൻഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷവും 3 മാസവും കഴിഞ്ഞ്. ഞങ്ങൾ 8 മക്കളാണ്. പക്ഷേ ഈ 1 വർഷവും 3 മാസമായിട്ട് അമ്മയും കിടപ്പിലായി. ഈ പെൻഷൻ അമ്മയ്ക്ക് കിട്ടാത്ത ഒരവസ്ഥ വന്നു. അവസാനം കുറെ കാരണം എന്താ വെച്ചാൽ ഫാദറിന്റെ പേര് പെൻഷൻ ഇതിൽ കിടന്നിരുന്നത് PC അപ്പച്ചൻ, ആധാറിൽ കിടന്നത് ജോസഫ്. അതുപോലെ തന്നെ അമ്മയുടെ പേര് ROSY, ROSI, രണ്ടും 2 ഡിഫറെന്റ് ആയിട്ടാണ് കിടന്നിരുന്നത്. ഇത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് ഡിഫറൻസ് വന്നിരുന്നു. ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ലാസ്റ്റ് കുടുംബക്കാരൊക്കെ കൂടി വിചാരിച്ച് ഇനി വേണ്ട, ഇത് നടക്കണ്ട, എല്ലാവരും മാറി മാറി പരിശ്രമിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മുടെ യൂണിറ്റ് സെല്ലിനെ കുറിച്ച് അറിയുന്നതും ഞാൻ ഈ ഓഫീസിലെത്തുന്നതും. ഇവിടെ എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കുറെ പോയിന്റുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. ബാങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ സാധിച്ചു. പെട്ടെന്ന് അവർക്ക് അത് ചെയ്തു തരേണ്ട ഒരു അവസ്ഥ വന്നു. അത് സാധ്യമായത് നമ്മുടെ യൂണിറ്റ് സെല്ലിലെ ജോസഫ് സാറും അതുപോലെ ജോസഫ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സാർ കറക്റ്റ് ആയിട്ട് അത് വെറുതെ പറഞ്ഞു വിടുവല്ല, ആ പെൻഷൻ നമുക്ക് കിട്ടണം എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടി അവതരിപ്പിച്ച് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഏകദേശം 2-3 ആഴ്ചക്കുള്ളിൽ ആ പെൻഷൻ സാധ്യമായി. അമ്മയുടെ ആ പെൻഷൻ ഇപ്പോ ബാങ്കിൽ വന്നിട്ടുണ്ട്. അമ്മ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് മരിച്ചു. എങ്കിലും ഞാൻ എന്നെ നോമിനിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പ്രവർത്തനം ഇതേപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും, ഞാനൊരു കർഷക സംഘവും കൃഷി അനുബന്ധ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാവിധ സഹകരണവും ഞങ്ങളുടെ ഭാഗത്ത് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ K. വിജയൻ, അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് CGPA ഭാരവാഹി കൂടിയാണ്. പെൻഷൻ സെല്ലിൻ്റെ സജീവ പ്രവർത്തകനും കൂടിയാണ്. പെൻഷൻ മീറ്റിൻ്റെ അധ്യക്ഷൻ വേണുഗോപാൽ, ഇന്നത്തെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KS മണി സാർ, നമ്മുടെ ഉദ്ഘാടകനായ സെക്രട്ടറി ജനറൽ KC ജെയിംസ്, മറ്റ് നേതാക്കളെ, പെൻഷനേഴ്സ് സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് പറയാവുന്ന കുറച്ച് പോയിന്റുകൾ മാത്രമാണ്. അത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ എന്താ പറയുക പെൻഷനേഴ്സ് ഗ്രീവൻസിൻ്റെ ഒരു മീറ്റിംഗ് ആണ്, ഒരു ആനുവൽ മീറ്റാണത്. പക്ഷെ നമ്മുടെ ഈ പെൻഷൻ ഈ രീതിയിൽ തുടർന്നു പോകുന്നത് ഉറപ്പ് നമുക്കില്ല. അതിന് പൂർവകമായ വിഷയമാണ്. നമുക്കറിയാം, ഈ 2025 മാർച്ച് 25-ാം തീയതി ലോക്സഭയിലും അതുപോലെ തന്നെ 27-ാം തീയതി മാർച്ച് 27-ാം തീയതി രാജ്യസഭയിലും പാസ്സാക്കിയ ഒരു ഫൈനാൻസ് ബില്ലുണ്ട്. ഈ നമ്മുടെ പെൻഷൻ പറ്റിയുള്ള CCS 1972 ഒരു വാലിഡേഷൻ. അപ്പൊ അതിലേക്ക് വരുന്ന ചില കാര്യം പറഞ്ഞു വേണ്ടി ഞാൻ വളരെ ക്വസ്റ്റ്യൻ എടുക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നു. 1981 തുടങ്ങിയ പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം 1947 ഇൻഡിപെൻഡൻസോടെ പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നു. 1972-ലാണ് ഒരു CCS പെൻഷൻ റൂൾ, അതായത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഒരു പെൻഷൻ റൂൾ ഉണ്ടാക്കുന്നത് സർക്കാർ. ആ റൂളിൽ തന്നെ കൃത്യമായ പെൻഷൻ നമുക്ക് പറഞ്ഞിരുന്നില്ല. ഒരു ഇന്ന 50% ഒന്നും വിലയിരുത്തിയിരുന്നില്ല. അങ്ങനെ 1979-ലാണ് മാർച്ച് 9-ലാണ് പുതിയ ഓർഡർ സർക്കാർ കൊണ്ടുവരുന്നത്. ആ ഇതിൽ പറയുന്നത് 50% പെൻഷൻ കൊടുക്കും, അതുപോലെ തന്നെ മറ്റ് DA സൗകര്യം കൊടുക്കുന്നതാണ്. പക്ഷേ ആ സംവിധാനത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ മാർച്ച് 31 1979 റിട്ടയർ ആവുന്ന ആൾക്കോ ശേഷം വരുന്നവർക്കേ കൊടുക്കുള്ളൂ എന്നുള്ളതായിരുന്നു. അതിനെതിരെയാണ് 1972 റിട്ടയർ ആയ DS നഗാര എന്ന് പറയുന്ന ഇന്ത്യൻ ഡിഫൻസ് വർക്ക് ചെയ്ത ഒരു ഫൈനാൻസ് അഡ്വൈസറാണ്. അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ടായി സുപ്രീം കോടതിയിൽ. അതാണ് നമ്മളിപ്പോൾ 1982 പെൻഷൻ ഡേ എന്ന് പറഞ്ഞ എല്ലാ വർഷവും December 17 അത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മൈൽസ്റ്റോൺ, അതായത് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെയാണ്, ഇതൊരു ബൗണ്ടി അല്ല, അതായത് ഒരു ഔദാര്യമല്ല പെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ ജോലിയുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ അവകാശമാണ് പെൻഷൻ കിട്ടുന്നത്. ആ സുപ്രീം കോടതി വെട്ടിക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.
പക്ഷേ അതോടൊപ്പം തന്നെ അതിനെ കടക്കി കത്തിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമെന്റ്മെന്റ് ബില്ല് വന്നിരിക്കുന്നത്. ആ ബില്ല് കൃത്യമായിട്ട് പറയുന്നുണ്ട് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ആ ബില്ലിനെ പറ്റി ഒന്ന് വായിക്കാം. ഒരു വാക്കുകൾ ഇതിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് an authority to establish distinction, അതായത് വ്യത്യാസം among the pensioners as a principal distinction may be ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ആയിരിക്കാം സർക്കാർ കൊണ്ടുവരുന്നത്. ആ വാലിഡേഷൻ ബില്ലാണ് അവർ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1982 മുമ്പുള്ള അവസ്ഥ നമുക്ക് പറഞ്ഞു അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം 82 ശേഷം നമുക്ക് കൃത്യമായിട്ട് 50% പെൻഷനും ലാസ്റ്റ് മന്ത് 10 മന്ത്സിന്റെ ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് വാലിഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറയുന്നത് 2006 ഉണ്ടായിരുന്നു, യുപി സർക്കാർ കൊണ്ടുവന്നാണ് അവരുടെ വാദഗതികള്. പക്ഷെ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഫൈനാൻസ് മിനിസ്റ്റർ ഫൈനാൻസ് മിനിസ്റ്റർ പറയുണ്ടായി പെൻഷനെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പെൻഷനേഴ്സിനെ ബാധിക്കില്ല എന്നല്ല പറഞ്ഞത്. അതായത് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പെൻഷനിൽ മുൻ 7ാം സംരക്ഷണ കമ്മീഷൻ വരെയുള്ള വാലിഡേഷൻസ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻസ് ഉണ്ടാവില്ല. എന്താ സംഭവിക്കുന്നത്? നമുക്ക് 8th CPC അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല, ചെയർമാൻ വന്നിട്ടില്ല, ഒരു ടേംസ് ഓഫ് റെഫറൻസ് വന്നിട്ടില്ല. അതെല്ലാം രാഷ്ട്രീയം നമുക്കറിയാം, ഡൽഹി ഇലക്ഷൻ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണത്. പക്ഷെ അതോടൊപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ്? മുൻ വർഷങ്ങളിൽ എന്ന് റിട്ടയറായി ആ ഡേറ്റോടെ ഈ എംപ്ലോയി റിട്ടയർ ആവാത്തവരെ കൗണ്ട് ചെയ്തുകൊണ്ട് ഈ ഡേറ്റ് നമുക്ക് ബേസിക് പേ വരും, അതനുസരിച്ചുള്ള ഒരു പെൻഷൻ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഇനി അത് ഉണ്ടാവില്ല. അതോടൊപ്പം DA ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കാലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് വേണമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം CGPA സംഘടന എല്ലാ കേരളത്തിലെ 14 ജില്ലകളിലുണ്ട്. ഞാൻ ചാലക്കുടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി മെമ്പറാണ് തൃശ്ശൂരിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. ഇപ്പൊ CGPA അടക്കം മെമ്പറായ NCCPA സംഘടന നാഷണൽ ലെവലില് അവർ ഓൾറെഡി ആ NCCയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഏപ്രിൽ 3-ാം തീയതി എല്ലാ സെലക്ട് ഓഫീസിലും, അതായത് കേരളത്തിൽ എല്ലാവരുടെയും നടപ്പിലാക്കി. തൃശ്ശൂർ AG ഓഫീസിൽ ഉണ്ടായിരുന്നു, ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത അതൊരു ഹ്യൂമൻ ഡിസ്ട്രിക്ട് ലെവലിലെ ഹ്യൂമൻ ചെയിൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലെ രാജ്ഭവൻ മാർച്ച്, അതിനുശേഷം നമ്മൾ ഡൽഹി മാർച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഡേറ്റ് ഒക്കെ പറഞ്ഞ അനൗൺസ് പോകുന്നു. NCCPA ബന്ധപ്പെട്ട് ഡൽഹിയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു പ്രധാന കാര്യം, നമ്മൾ സുപ്രീം കോടതിയിലും കേസ് അപ്പീൽ ചെയ്യുന്നുണ്ട്. അതായത് 1982 വെട്ടിയിട്ടാണ് നമ്മുടെ ഒരു മകനാക്കാത്ത പെൻഷനെ സംബന്ധിച്ച് അതിനെ ബന്ധപ്പെട്ട് സുപ്രീം കോടതി അപ്പീൽ ഫയൽ ചെയ്യുന്നുണ്ട്. അതിന് കപിൽ സിബലിനെ പോലെയുള്ള വക്കീൽമാരെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ലീഡേഴ്സ്. വലിയ എക്സ്പെൻസീവ് ആണ്. ഒരു സിറ്റിങ്ങിന് 50 ലക്ഷം വരെ വാങ്ങുന്ന ആൾക്കാരാണ് ഈ കപിൽ സിബൽ ആൾക്കാർ. ഒരുപാട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കോടതിയിൽ സുപ്രീം കോടതി പോകുന്നുണ്ട്. കാരണം അവിടെ പോകാൻ കാരണം നാളെ അതിനപ്പുറം കോടതിയില്ല നമുക്ക് പോകാനായിട്ട്, അവർക്ക് പോകാനായിട്ട് സർക്കാരിന്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ നമ്മൾ താമസിക്കുന്ന ഏരിയയില് പെൻഷനേഴ്സിന്റെ കോർഡിനേഷൻ ഉണ്ടാകുമ്പോൾ ജെയിംസ് സാർ പറഞ്ഞ പോലെ നമുക്ക് സമരം ചെയ്യണം. സമരം ചെയ്തേ പറ്റൂ. നമ്മൾ പെൻഷനേഴ്സ് നമുക്കറിയാം, നമുക്കിവിടെ മാനവ ജീവിക്കാനുള്ള ഒരു ആരുടെയും ബൗണ്ടിയല്ല പെൻഷൻ പറയുന്നത്. ഒരു ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അതിൽ പോലെ നമുക്ക് തുറന്നേ പറ്റൂ. നമുക്ക് റെയിൽവേയിലേക്ക് വണ്ടി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഓഫീസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസംബർ ഈ 1 പൊതുഭരണത്തിൽ നമ്മൾ ഭാഗമാക്കാവണം. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം നമ്മള് ഗ്രൂപ്പുകൾ അറിയിക്കുന്നതാണ്. പ്രധാന ഏരിയയിൽ എറണാകുളത്തുണ്ട്, CGPA ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തുണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ ജില്ലയിലും ഇവിടെ പലർക്കും അറിയാം. നമ്മുടെ കേശവനൊക്കെ അതിനോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുക. കഴിഞ്ഞ വർഷം ഇതേ വാദം ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ഈ പെൻഷൻ കിട്ടുന്ന ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പൊതുധാരയിലേക്ക് വരുന്നില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് ദോഷം ചെയ്യും. കാരണം ഈ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, BSNL 2017 പെൻഷൻ പ്രവേശിച്ചിട്ടില്ല. അതൊരു ബാങ്ക് എംപ്ലോയീസിന് നമ്മുടെ സിസ്റ്റമാണ്. അതായത് നമ്മുടെ സിസ്റ്റമല്ല, അവർ റിട്ടയർ ആവുന്ന എമൗണ്ട് മാത്രം അവർ കിട്ടുന്ന പെൻഷനായിട്ട് DA കൂടുതൽ. അതാണ് ബാങ്കുകാരുടെ അന്വേഷണം അറിയാം. ബാങ്ക് എംപ്ലോയീസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർ പോരുമ്പോഴുള്ള ആ ബേസിലുള്ള പെൻഷനാണ് കിട്ടുന്നത്. DA മാത്രമേ വർദ്ധിക്കുന്നത് അവിടെ. ആ അവസ്ഥയ്ക്ക് നമ്മളും പോകും. BSNL 2017 പെൻഷൻ റിവൈസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ CGPA NCPA ഒക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഡിമാൻഡുള്ള വിഷയങ്ങളാണത്. നമുക്കൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കറിയാം FMA കിട്ടുന്ന 1000 രൂപ കിട്ടുന്ന 3000 രൂപ നമ്മൾ പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല സർക്കാർ. നിങ്ങൾക്കറിയാം CGHS ഈ എംപ്ലോയി റിട്ടയർ ആകുമ്പോൾ നിയർലി 1 lakh ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് CGHS എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസ്. ഇവിടെ ഡോക്ടർ പറഞ്ഞു 14 റേറ്റാണ് കൊടുക്കുന്നത്. അതുപോലെ കിട്ടാത്ത അവസ്ഥയാണ്. അത് 5 ജില്ലയ്ക്ക് വേണ്ടി എറണാകുളം CGHS
സെന്റർ വെൽനസ് സെന്റർ ഉള്ളത് 5 ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കൂ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത്, എത്ര പെൻഷനേഴ്സ് ഉള്ളത്. എവിടെ 50 ടോക്കൺ വാക്സിൻ ഓപ്ഷൻ കൊടുക്കുക, അത് മെഡിസിൻസ് പോലെ ഉണ്ടാവില്ല. ഈ ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ആൾക്കാരൊക്കെ എറണാകുളത്ത് വേണം ഈ ഹോസ്പിറ്റൽ തൃശ്ശൂർ ആൾക്കാരൊക്കെ. ഇവിടെ എങ്ങനെ വന്നു കൊടുത്ത് മെഡിസിൻ വാങ്ങിച്ചിട്ട് പോകും, പലരും ടോക്കൺ തന്നിട്ടുണ്ടാവും. നമ്മുടെ അന്യായം പൈസ വാങ്ങിച്ചു വെക്കുന്നതാണ് ഇതൊക്കെ സംവിധാനം. ചോദിച്ചപ്പോൾ നമുക്ക് തൃശ്ശൂർ വെൽനസ് സെന്റർ വെച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് കാശില്ല, 4.8 CR ചെലവ് വരും, കോടി ചെലവ് വരും, കാശില്ലെന്നാ പറഞ്ഞാൽ. ഇത്രയും കോടി കാശോടെ കിടക്കണം നമ്മുടെ. അപ്പോൾ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. ഇത്രേ ഉള്ളൂ ഈ ആക്ഷൻ പ്ലാനുകളിൽ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഈ CDP മാത്രമല്ല, പോസ്റ്റൽ RMSന്റെ APDP, BSNL DOT സംഘടനയുണ്ട്, ഭക്ഷണ സംഘടനയുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റൽ RMS ഉണ്ട്, ഡയഗ്നോസിസ് ഫോറം ഉണ്ട്, അതുപോലെ തന്നെ DRPU ഉണ്ട്. എല്ലാവരും ഈ NCCPയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ജില്ലാ സംഘടന ചേർത്തുകൊണ്ട് വേറെ ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ചേർത്തോളം കോടതിയിലേക്ക് കോടതിയിൽ പോകുന്നു ഈ പെൻഷൻ ഓഫ് ആക്ടേഷൻ പ്രകാരം പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ഈ സംസാരത്തിൽ പോകുന്നു. കൂടാതെ ഈ പൊതുധാര വിഷയങ്ങളിൽ പറയാൻ ഇത്രയാണ് പറയാനുള്ളത്. ഇത്ര പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെൻഷൻ ഗ്രീവൻസ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നതിന്റെ പുറകിൽ കുറച്ച് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്നവരുണ്ട്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സെല്ല് നന്നായി പോകുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്ന ഒരു 3 പേർക്ക് ഒരു ഉപഹാരം കൊടുക്കാനായിട്ട് സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പേര് വിളിക്കുന്നവര് വേദിയിലേക്ക് വരണം. ഈ ഉപഹാരം കൊടുക്കുന്നതിനായിട്ട് ALRSA ഡിവിഷണൽ പ്രസിഡന്റ് സഹാവ് NN ഗിരീഷ് കുമാറിനെ ക്ഷണിക്കുകയാണ്. അതിന് തന്നെ ശ്രീ PC ചാർലി വളരെ എന്തിനും ഏതിനും എപ്പോഴും ഇവിടെ കൂടെ ഉണ്ടാവുന്ന ഒരു നേതൃത്വം പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒപ്പം എല്ലാ സഹകരണവും കാഴ്ചവെച്ചുകൊണ്ട് വിളിക്കുന്ന ശ്രീ PC ചാർലി, ശ്രീ സന്ധ്യാവു ഇല്ല, സണ്ണോ റോഡ്രിക്സ്. നമ്മൾ എന്താ ആവശ്യത്തിന് ഇവിടെ വന്നാലും ഇവരെ 3 പേരെയും കാണാതെ പോകാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഇതിലൂടെ ഉണ്ടാവും. സംഘടനയുടെ ഉപകാരം. താങ്ക് യു. ശ്രീ NN ഗിരീഷ് കുമാറിനെ സംസാരിക്കുന്നു. ഉച്ചഭക്ഷണം റെഡിയാണ്. വളരെ അത്യാവശ്യമുള്ളവർ മുകളിലേക്ക് പോയിട്ട് കഴിക്കാം. ഈ വാർഷിക യോഗത്തിന്റെ അധ്യക്ഷൻ കോമ്രേഡ് ദേവനോബ്, സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ സഖാവ് KC ജെയിംസ്, സംഘടനയുടെ ഭീഷ്മാചാര്യൻ സഖാവ് മനസ്സാർ, വേദിയിലും സദസ്സിലുമുള്ള സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളെ, റിട്ടയറായിട്ടും ഏറെ പ്രസരിപ്പോടെയും ചുരുക്കോടെയും സർവീസിലുള്ള എംപ്ലോയീസിനെക്കാട്ടിലും ഏറെ ചുരുക്കോടെ നമ്മുടെ മുന്നിൽ സന്നിധരായിരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുനാഥന്മാർ, അതുപോലെ റിട്ടയറായിട്ട് ഇപ്പോൾ അത് നമ്മുടെ റെയിൽവേയുടെ മറ്റ് കാറ്റഗറിയിൽ നിന്ന് റിട്ടയറായിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, 2015 ALRSA പ്ലാൻ രൂപീകൃതമാകുമ്പോൾ താഴെ KS മണി സാറിന് വേണ്ടി ഇതിന്റെ പ്ലാനിൽ ഒരു ചെറിയ മുറി ഒരുക്കിയിരുന്നു. KS മണി സാറിന് റിട്ടയർമെന്റ് കഴിഞ്ഞ എംപ്ലോയീസിനെ അവരുടെ ആവലാതികൾ കേൾക്കുവാനും അത് പരിഹരിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതിനപ്പുറം സംഘടന അന്ന് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴോ അതിന്റെ പ്ലാനിലോ അതിന്റെ പ്രവൃത്തിയിലോ വിചാരിച്ചിരുന്നില്ല. പക്ഷെ കാലം മാറി, കഥ മാറി. ഇപ്പോൾ ALRSA ഫണ്ട് 100 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ പോലും കൊള്ളാവുന്ന വലുപ്പത്തിലേക്ക് ഈ പെൻഷൻ സെൽ വളർന്നിരിക്കുകയാണ്. ഈ പെൻഷൻ സെല്ലിന്റെ ഈ രീതിയിലുള്ള വളർച്ച സംഘടന നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ തന്നെ ALRSയുടെ തന്നെ പല
പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന നേതാക്കന്മാർ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജോസഫ് ചേട്ടനാണ്, പിന്നെ ഷംസുക്കയുണ്ട്, പിന്നെ എല്ലാത്തിനും രക്ഷാധികാരിയായിട്ട് നമ്മുടെ ഭീഷ്മാചാര്യ മനസ്സിലാക്കും. തലമുറ മുതിർന്ന ഗുരുക്കന്മാരെ, പ്രിയ തൊഴിലാളി സുഹൃത്തുക്കളെ, പെൻഷനുകാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. പക്ഷേ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നമുക്ക് പ്രതിരോധം തീർക്കാനാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രായത്തിൽ വളരെ ചുറുചുറുക്കോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം പങ്കിടുന്നതോടൊപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ ഈ കെട്ടിടത്തിന് പരിമിതി ഉണ്ടായിരുന്നു. മണിസാറ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രായോഗികത എന്താവും എന്നുള്ള ഒരു സംശയം ഉണ്ടാകാൻ തുടങ്ങിയ കാലത്ത്. പക്ഷേ അതിനേക്കാളും ഉഷാറായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളുകളുടെ അധികം പേര് വന്ന് ഇരിക്കാനും പോലും സമയത്തെ സാഹചര്യത്തിലാണ് നമ്മൾ അതിൻ്റെ പുറകുവശം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഏകദേശം നമ്മളൊരു 4 ലക്ഷം രൂപയുടെ അടുത്ത് അതിന് ചിലവായിട്ടുണ്ട്. തുടർന്ന് ബാക്കിയുള്ള ചെറിയ ചെറിയ വർക്കുകൾക്ക് കൂടി ചെറിയ ചിലവുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയുള്ള 2-3 മാസത്തിലുള്ള പണികളൊക്കെ തീർത്ത് AC കളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ആളുകൾക്ക് പ്രയോജനമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളും വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നമുക്ക് ഉച്ചഭക്ഷണം റെഡിയാണ്, കഴിക്കാം. നമ്മൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി പറയാനായിട്ട് അഡ്വക്കേറ്റ് സുനിത അത് മാഡത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ഒപ്പം ലോക്കോ പൈലറ്റായിരുന്ന കെ സുരേഷ് കുമാറിൻ്റെ പത്നിയായിരുന്നു. നമ്മുടെ പെൻഷൻ ഗ്രീവൻസ് സെല്ലിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് നിലവിൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽ സർ, പെൻഷനേഴ്സ് ഗ്രീവൻസ് സെല്ലിൻ്റെ സെക്രട്ടറിയായ ജോസഫ് സർ, ഉദ്ഘാടകൻ ജെയിംസ് സർ, ജനറൽ സെക്രട്ടറി സോണൽ സെക്രട്ടറിയായ KP വർഗീസ് സർ, ഇവിടെ സന്നിധരായിരുന്ന വിശിഷ്ട ALRCയുടെ മുതിർന്ന നേതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന പെൻഷനേഴ്സ് അംഗങ്ങളെ, വളരെ അവിചാരിതവും വളരെ പെട്ടെന്നും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആണ് ഞാൻ ഈ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊരു സ്ഥലത്ത് വന്ന് എനിക്ക് നിൽക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇന്ന് വളരെ സമാധാനത്തോടു കൂടിയും വളരെ ആശ്വസിച്ചും വളരെ കോൺഫിഡൻറ്റോടുകൂടിയും ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം ALRCയുടെ യൂണിയൻ എനിക്ക് തന്ന സപ്പോർട്ടാണ്. അത് പല വേദികളിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാതെ എനിക്ക് ഇരിക്കാനും വയ്യ. കാരണം പെട്ടെന്ന് ആകസ്മികമായി നമ്മളെ ഒരാൾ വിട്ടുപോകുമ്പോൾ അതിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഞാൻ KK സുരേഷ് ലോക്കോ പൈലറ്റിൻ്റെ ഭാര്യയായിരുന്നു. ഇപ്പോൾ അഭിഭാഷകയായി എറണാകുളം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പെൻഷനേഴ്സ് 2 വിഭാഗമുണ്ട്. ഒന്ന് റെയിൽവേയിൽ സേവനം അനുഷ്ഠിച്ച് അവരുടെ ആ ടെന്യൂർ കഴിഞ്ഞ് റിട്ടയറായി പോകുന്നവരും, അല്ലാതെ ജോലി ഇരിക്കുമ്പോൾ തന്നെ മരണപ്പെടുകയും ഡിപ്പെൻഡന്റ് പെൻഷനേഴ്സായി മാറുന്നവരുമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത് ഡിപ്പെൻഡന്റ് പെൻഷനേഴ്സാണ്. കാരണം വെച്ചാൽ അവർക്ക് യാതൊരു അറിവും റെയിൽവേ സംബന്ധിച്ച് ഉണ്ടാവില്ല. അവർക്ക് യാതൊരു ആരെ അപ്രോച്ച് ചെയ്യണം, സഹായത്തിന് ആരെ കാണണം എന്നുള്ള കാര്യം പോലും അറിയണമെന്നില്ല. അതേ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഞാനും. ഞാൻ അഭിഭാഷകയാണ്. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉണ്ടെങ്കിലും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ജോസഫ് സാറ്, ഷംസുദ്ദീൻ സാറൊക്കെ അവരുടെ ഓരോ പ്രസംഗങ്ങളിലും ഈ പെൻഷനേഴ്സ് ഗ്രീവൻസ് സെല്ലിൻ്റെ ഓരോ സേവനങ്ങളും പറയുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തണമെന്നില്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ 2024 അനുഭവിച്ചതും ഏറ്റവും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ച ആളാണ് ഞാൻ. ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഞാൻ പെൻഷനേഴ്സ് ഗ്രീവൻസ് സെല്ലിൻ്റെ അടുത്ത് വരുമ്പോൾ സാധാരണ കിട്ടുന്ന പെൻഷൻ ഫോം അല്ല ഒരു ഡിപ്പെൻഡന്റ് പെൻഷനേഴ്സിന് കിട്ടുന്നത്. അത് വളരെ കട്ടിയുള്ളതും പേജുകൾ ഒരുപാടുള്ളതുമായിട്ടുള്ള ഒരു പെൻഷൻ ഫോമാണ്. ആ ഫോം
ഫില്ല് ചെയ്യാനായിട്ടുള്ള മനസ്സുപോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ആളുകളുടെ വിവരങ്ങളും അതിൽ എഴുതുമ്പോൾ അത് നമുക്ക് ഒട്ടും എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇത് സാധ്യമായില്ല. ഞാൻ ഇതുമായി പെൻഷനേഴ്സ് ഗ്രീവിയൻസ് സെല്ലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും എഴുതാൻ പറ്റില്ല. ജോസഫ് സാർ ഉടനെ പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത ബുധനാഴ്ച വന്നോളൂ, എല്ലാ ഡോക്യുമെന്റ്സും എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരിക എന്നാണ് പറഞ്ഞത്. എന്നെ ഒരു കാരണം വെച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി സമയത്തിന് നടന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് സുരേഷിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. സുരേഷിന്റെ അമ്മയെ പെൻഷനേഴ്സിന്റെ കൂട്ടത്തിൽ കൂട്ടാനായി വന്നപ്പോൾ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അമ്മയെ ഒഴിവാക്കി പെൻഷൻ വെക്കേണ്ടി വന്നു. അപ്പൊ ഇനി വരുന്നവർക്കും ഇതേപോലെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിന്റെ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പറായി സൂക്ഷിച്ചാൽ മാത്രമേ റെയിൽവേയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് സാധ്യമല്ല. ഈ പെൻഷനേഴ്സ് ഗ്രീവിയൻസ് സെല്ലിന്റെ കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെൻഷനായവരിൽ നിന്നും ഈ ഡിപ്പെൻഡൻസ് ആണ് ഇതിൽ കൂടുതലും പെട്ടുപോകുന്നത്. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. ഈ പിന്നെ പെൻഷനേഴ്സ് ഗ്രീവിയൻസ് സെല്ലിന്റെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ആവശ്യമുണ്ടെന്ന് LRC എപ്പോഴും പറയുമെങ്കിലും എങ്ങനെയാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മളെ പോലെയുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ പ്രസൻസ് ആണ്. നമ്മളൊരു മീറ്റിംഗ് വിളിക്കുമ്പോൾ വരാൻ സാധിക്കണം. ആ മീറ്റിംഗിൽ തീരുന്നവരെ പങ്കെടുക്കാൻ സാധിക്കണം. അതിൽ അവർ പറയുന്ന വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ കണ്ട് മനസ്സിലാക്കണം. പല പല കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ കേട്ടിരിക്കണം. ഇപ്പൊ അവര് ഓരോ പ്രസംഗത്തിൽ ഓരോ നേതാക്കളും പറയുന്നത് പെൻഷൻ നമ്മുടെ അവകാശമാണെങ്കിലും അത് തരാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ് റെയിൽവേ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഈ സംഭവത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും ഏത് സമയത്തും ടാമേഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെൻഷനേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വരിക എന്നുള്ളതാണ്. നമ്മുടെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യിച്ച് നമ്മുടെ യൂണിറ്റി സ്ട്രെങ്ത് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തതിനു ശേഷം പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിലുള്ള വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ ഇവർ ഷെയർ ചെയ്ത് തരുന്ന ഓരോ സംഭവങ്ങളും ഓരോ നോട്ടീസുകളും പല പല കാര്യങ്ങളും മണി സാറും സോമൻ സാറും റോളി സാറൊക്കെ ഷെയർ ചെയ്യുന്നു. അത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ലോക്കോ പൈലറ്റ് എന്നൊരു വിഭാഗം ഇതിലുണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഓരോ സമര പരിപാടികളിൽ വരുന്ന പ്ലക്കാർഡ് ഉണ്ടാക്കാനും അവർക്ക് വേണ്ട ആവശ്യമുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. പല കലാകാരന്മാരും ഈ പെൻഷനേഴ്സ് ഗ്രൂപ്പിലുണ്ടാവും. അവർ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനാദ്യം വേണ്ടത് ഇങ്ങനെയുള്ള പെൻഷനേഴ്സിനെ ഗ്രൂപ്പായി ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ആ നടപടി നമ്മളിൽ ഓരോരുത്തരും നമ്മൾക്ക് പരിചയമുള്ള എല്ലാ പെൻഷനേഴ്സിനെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നിവിടെ വേദിയിൽ സംഘടിതരായിരുന്ന നമ്മുടെ KS മണി സർ ശരിക്കും പറഞ്ഞ ഒരു അച്ഛനെ പോലെയും പലർക്കും സഹോദരനെ പോലെയും ഒരു കൂട്ടുകാരനെ പോലെയും എല്ലാം കൂടെ നിന്ന് നമ്മളെ ഒത്തിരി അധികം ആശ്വസിപ്പിക്കുന്ന KS മണി സർ. എന്നെ ഏറ്റവും കൂടുതൽ മണി സാർ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്യാമായിരുന്നു. മണി സാർ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ്. കാരണം ഇത്രയും ഒരു ചെറുപ്പത്തിൽ എനിക്കൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണോ എന്നോട് സംസാരിക്കുന്നത് അതുപോലെയാണ് മണിസാർ എന്നെ വിളിക്കുന്നതും എന്നെ ആശ്വസിപ്പിക്കുന്നതും. പിന്നെ കൂടെ നിന്ന് പ്രവർത്തിച്ച എൻ്റെ ഏട്ടൻ്റെ എല്ലാ സഹപ്രവർത്തകരും എന്നെ അത്രയധികം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് എനിക്ക് എല്ലാം ഒരു മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കാമെന്നും ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ വരെയുള്ള ഒരു ധൈര്യം തന്നത് അവരാണ്. പിന്നെ ഇവിടെ LRCയുടെ യൂണിയൻ പ്രവർത്തകരായാലും അവരും പെൻഷനെ പറ്റിയും പെൻഷൻ ആവശ്യകതയെ പറ്റിയും എല്ലാം നമ്മളോട് വിവരിക്കുകയുണ്ടായി. LRCയുടെ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരു മുറി എക്സ്റ്റെൻഡ് ചെയ്ത്
നമുക്ക് തന്നിട്ടുണ്ട്. അതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഞാൻ വരുമ്പോഴും ആ കുഞ്ഞു മുറിയാണ്, 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുറിയാണ്. ആ മുറിയിൽ ഈ ജോസഫ് സാറും ഷംസുദ്ദീൻ സാറും ഇരിക്കുന്ന 10 മണി മുതൽ 1 മണിയുള്ള ഒരു സമയം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവരിതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വരുമ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഈവൻ ചാർലി ചേട്ടന്റെ അവര് തരുന്ന ചായയിൽ പോലും ഉണ്ട് നമുക്കൊരു സമാധാനം, ഒരു ആശ്വാസം. അത് അത്രയും നേരം ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നെ പോലെ ഇത് അനുഭവിച്ച ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ളത്. അതും വേറെ ആരെ പോലെയല്ല, നമ്മുടെ സ്വന്തം ആളെ പോലെയാണ് അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത്. ഷംസുദ്ദീൻ സാർ ആ ഫോം മുഴുവൻ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്നെ കണ്ണു നിറഞ്ഞു പോയി. കാരണം അത്ര ഭംഗിയായിട്ടാണ് ഷംസുദ്ദീൻ സാർ അത് എഴുതുന്നത്. ആ ഫോമിൽ എഴുതുന്നതും ആ ഫോട്ടോ ഒട്ടിക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അത് ഫില്ല് ചെയ്ത് തന്നത്. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടെ കൂടി ഓരോ ഇവര് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഷംസുദ്ദീൻ സാറിനും ജോസഫ് സാറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ജെയിംസ് സാർ, ജെയിംസ് സാറിനും കെ പി വർഗീസ് സാറിനും വേണുഗോപാൽ സാറിനും എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ അവസരത്തിൽ മുതിർന്ന പെൻഷനേഴ്സ് അംഗങ്ങളെ ഇന്ന് ആദരിക്കുകയുണ്ടായി. അവർക്കും എന്റെ പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അനുഭവങ്ങൾ പങ്കിട്ട എല്ലാ പെൻഷനേഴ്സിനും എന്റെ നന്ദി ഈ അവസരത്തിൽ പെൻഷനേഴ്സ് ഗ്രീവൻസ് സെല്ലിന്റെ ഭാഗമായി ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഏറ്റവും നല്ല ഒരു ഗാനം ആലപിച്ച് നമ്മുടെ കുറച്ച് സമയം നമ്മളെ റിലാക്സ് ചെയ്യിപ്പിച്ച അനിൽ സാറിനും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്ന വൈഭൂതി സാർ നമ്മൾക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താം. പിന്നീട് KS മണി സാർ ഈ ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും അധികം എഫേർട്ട് എടുത്ത KS മണി സാറിന്റെ ഈ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ആഗ്രഹിച്ചത് അത് ഇതുവരെ വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന മണി സാറിനും മണി സാറിനും എന്റെയും ഗ്രീവിയൻസ് സെല്ലിന്റെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.